അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പം നമ്മളങ്ങനെ നമ്മുടെ രുദ്രപ്രയാഗിൽ നിന്ന് നമ്മൾ കർണപ്രയാഗിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഫ്രണ്ട്സ് മറ്റേ രുദ്രപ്രയാഗിൽ നിന്ന് കർണപ്രയാഗിലേക്ക് പോകുന്ന വഴിക്ക് പോലീസിന്റെ ചെക്കിംഗ് ഉണ്ട്. അതായത് കോവിഡ് റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റിന്റെ ചെക്കിംഗ് ആണ്. അപ്പം നോർമലി 2 വാക്സിനേഷൻ എടുത്തവർക്ക് ആ ഒരു ടെസ്റ്റ് ആവശ്യമില്ല. അപ്പം ഞാനും ക്രിസ്റ്റിയും നോർമലി എടുത്താണ്. അപ്പോഴത്തേക്ക് നമ്മുടെ വൈശാഖിൻ്റെ മനുവിൻ്റെ ഒക്കെ സ്ലോട്ട് ഓൾറെഡി ബുക്ക്ഡ് ആണ്. നമുക്ക് തിരിച്ചു വന്നിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ബീഹാറിന്നോ UP-യിലോ വെച്ച് നമ്മൾ എടുക്കാമെന്നുള്ള കണക്കൂട്ടലാണ്. അപ്പോൾ നമുക്ക് തലേന്നല്ല ബുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കയറുന്നതിന് മുന്നേ ഫ്രീ ആണ് ഇവിടുത്തെ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 വാക്സിനേഷൻ എടുത്തവർ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതേണ്ടതുണ്ട്. അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഉത്തരാഖണ്ഡിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സാറാണ്. അപ്പോഴത്തേക്ക് നമ്മൾ നോർമലി ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് പരമാവധി ആ ഒരു സ്നേഹത്തിലും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി കൊടുത്ത് പോകാൻ പറഞ്ഞത്. അപ്പം നമുക്ക് എന്തായാലും അവർ ആ ഒരു റാപ്പിഡ് ആന്റിജൻ എടുക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം. മൊബൈൽ നമ്പർ പറഞ്ഞു 0792 612. गाड़ी का नंबर क्या है? गाड़ी का नंबर KL05 AM 6959. എന്ത് വഴി സ്ലോലി Thank you very much. വളരെ തീക്ഷ്ണമായിട്ടുള്ള രീതിയിൽ നമ്മൾ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് ചെയ്ത് മനുമ എഴുതിയേക്കാണ്. അപ്പോഴത്തേക്ക് ഞങ്ങളിപ്പോൾ ഞാനും ക്രിസ്റ്റിയും ഒക്കെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മുടെ പേര്, അച്ഛന്റെ പേര്, വണ്ടിയുടെ നമ്പർ, അതുപോലെ തന്നെ ഫോൺ നമ്പർ, കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ടെസ്റ്റ് കഴിഞ്ഞു. നമ്മൾ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. വിത്തിൻ ഒരു 30 മിനിറ്റ്സ് നമ്മുടെ ഫോണിലോട്ട് അതിന്റെ റിസൾട്ട് മെസ്സേജ് വരുന്നതാണ്. എടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വിജയകരമായിട്ട് വായിലാണ് ആദ്യം എടുക്കുന്നത്, പിന്നെ രണ്ടാമത് മൂക്കിലും.
അല്ല ഇന്ന് ഫ്രീ വാക്സിൻ നമ്മുടെ 1-ാം തീയതി ആയിരുന്നു ഫ്രീ വാക്സിന്റെ സെക്കൻഡ് ഡോസ്. പിന്നെ ചിലപ്പോൾ എടുക്കും. ഇപ്പൊ നോർമലി നമുക്കൊരു ചെക്കിംഗ് ഒക്കെ എന്തായാലും അത്യാവശ്യമാണ്. അപ്പൊ നമ്മുടെ നോർമലി ആ ഒരു ചെക്കിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ രുദ്രപ്രയാഗിൽ നിന്ന് നമ്മള് കർണപ്രയാഗിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് 5 പ്രയാഗാണ് ഉള്ളത്. അതിൻ്റെ അത് പ്രധാനപ്പെട്ടതാണ് ഞാൻ ഈ കാണിച്ച ദേവപ്രയാഗം, രുദ്രപ്രയാഗം, ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന കർണപ്രയാഗം. ഇത് ശരിക്കും പറഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ ചമോലി ഡിസ്ട്രിക്റ്റിലാണ് നമ്മുടെ കർണപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലമുള്ളത്. ഇതും ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഒരു പുണ്യ തീർത്ഥാടന സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതും ഒരു കേദാർനാഥിൻ്റെ ബദ്രീനാഥിൻ്റെ ഒക്കെ ഒരു ബേസ് ക്യാമ്പായിട്ട് അറിയപ്പെടുന്ന സ്ഥലമാണ്. പിന്ദർ നദീതടത്തിൻ്റെ തീരത്തിലാണ് നമ്മുടെ കർണപ്രയാഗ് ഉള്ളത്. അതായത് അളകനന്ദ നദിയും അതുപോലെ തന്നെ പിന്ദർ നദിയും കൂടെ ചേരുന്ന ആ ഒരു സ്പോട്ടാണ് നമ്മുടെ കർണപ്രയാഗ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള ജോഷ്മത്, അതുപോലെ തന്നെ ഔളി, അതുപോലെ വാലി ഓഫ് ഫ്ലവേഴ്സ്, ബദരീനാഥ് പോലുള്ള സ്ഥലങ്ങൾ മാത്രമല്ല, അവിടുന്ന് നമ്മൾ കയറിയ നോർമലി നമ്മൾ മന എന്ന് പറയുന്ന വില്ലേജിലേക്കാണ്
ശേഷക്രിയാ കർമ്മങ്ങൾ ശ്രീകൃഷ്ണൻ നടത്തിയത്, ശ്രീകൃഷ്ണ ഭഗവാൻ നടത്തിയത് ഈ കർണപ്രയാഗ തീരത്ത് വെച്ചാന്നുള്ള ആ ഒരു സങ്കല്പം കൂടെ ഉണ്ട്. അതിന് എത്രത്തോളം ആധികാരികത ഒന്നും നമുക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഐതിഹ്യം കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഭാരത സംസ്കാരമായിട്ട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് കർണപ്രയാഗ് എന്ന് പറയുന്നത്. फुल पावर पार्टी ओके. कौन सा क्लास में पढ़ रहा है यू पीपल? लाइक 8th स्टैंडर्ड. मैं 5 मतलब 7 6 ओके. लोगे ओके थैंक यू. वेलकम. मेरे उसमें से भी खा लो. ആ ഒരു എന്താ പറയുക, ആ ഒരു സംഗമം കാണാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് നമ്മുടെ താഴ്വശത്തെത്തി കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ ഉരുളൻ കല്ലുകളാണ്. നാട്ടിൽ കണ്ടാൽ ആരും വിടുമെന്ന് എനിക്ക് തോന്നുന്ന കാര്യം, നമുക്ക് അക്വാറിയത്തിലൊക്കെ ഇടാൻ പറ്റുന്നത് ഇത് കണ്ടത് അത്രയ്ക്ക് ഷേപ്പുള്ള കല്ലുകൾ. ഇത് കണ്ടോ, വളരെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഷേപ്പുള്ള. നാട്ടിൽ ഇതൊക്കെ കണ്ടാൽ ആരും വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത് എടുത്തോണ്ട് പോകണമെന്നുണ്ട്, വണ്ടി സ്ഥലമില്ലാത്തതാണ് ചെയ്യാത്ത. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇനി ഞാൻ കുറച്ച് ആ ഒരു ഡീറ്റെയിൽസ് പറയാം. അതായത് പിന്തർ നദിയും അളകനന്ദ നദിയും കൂടെ ചേരുന്ന സ്പോട്ടാണ്, അതായത് ഈ ഒരു കർണപ്രയാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ അളകനന്ദയായി ചേർന്ന് നേരിട്ട് രുദ്രപ്രയാഗിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രുദ്രപ്രയാഗിൽ വെച്ചാണ് നമ്മുടെ രണ്ട് ഭാഗത്തു നിന്ന് വരുന്ന മന്ദാകിനി നദിയും അതുപോലെ തന്നെ അളകനന്ദ നദിയും കൂടെ കൂടിച്ചേരുന്നത്. അതിനുശേഷം അത് വീണ്ടും അളകനന്ദയായി നേരെ ദേവപ്രയാഗിലോട്ട് ചെല്ലുകയും വേറെ ഒരു ദിശയിൽ നിന്ന് വരുന്ന എന്താ പറയുക ഭഗീരഥി നദിയുമായിട്ട് കൂടിച്ചേർന്ന അളകനന്ദ നദി നേരിട്ട് നമ്മുടെ ഗംഗയിലോട്ട്, പുണ്യനദിയായ ഗംഗയിലോട്ട് പതിക്കുകയും ചെയ്യുന്ന ആ ഒരു കാര്യമാണിത്. അപ്പോൾ ഈ ഒരു 3 സ്പോട്ടും കാണാനായിട്ട് സാധിച്ചതിൻ്റെ അകത്ത് അങ്ങേയറ്റം ഞങ്ങൾക്കെല്ലാം സന്തോഷമുണ്ട്. ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതിന് വെച്ച് അങ്ങേയറ്റം കാഴ്ചകളിലൊന്നാണ്. അതീവ സന്തോഷം. അപ്പം നമുക്ക് അങ്ങോട്ട് ചെന്ന് ഞാൻ ആ സ്പോട്ടോടെ കാണിക്കാം. അതായത് ഇത് കണ്ടില്ലേ, ാണ് പിന്തർ നദിയുടെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. ആ ഒരു എന്താ പറയുക, ആ ഒരു ചാലാണ് ആ വരുന്നത് പിന്തർ നദിയുടെ. ഇവിടുന്ന് കാണുന്നതാണ് അളകനന്ദ നദി. അപ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടെ സംയോജിച്ച് ആ കാണുന്ന സ്പോട്ടിൽ വെച്ച്, എടാ അങ്ങോട്ട് കാണിക്കടാ ക്രിസ്റ്റിയെ, അത് കണ്ടില്ലേ, ആ സ്പോട്ടിൽ വെച്ച് ഞാൻ അങ്ങോട്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. കാര്യം ഇവിടെ ഉരുളങ്കല്ലുള്ളതുകൊണ്ട് ആ ഒരു സ്പോട്ടിൽ വെച്ച് ഇത് രണ്ടും കൂടെ ലേക്കാണ്. പക്ഷേ ഇത് ലേക്കുമ്പോൾ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അളകനന്ദ നദി വലുതായതുകൊണ്ട് തന്നെ പിന്തർ നദി അതിലോട്ട് ചേരുകയും ഇത് നേരെ ഒരു നദിയായി ഒഴുകി നേരെ രുദ്രപ്രയാഗിലോട്ടാണ് ചെല്ലുന്നത്. മൂന്നെണ്ണവും നിങ്ങളെ, അതായത് ദേവപ്രയാഗും രുദ്രപ്രയാഗും കർണപ്രയാഗും നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാചീന ഇന്ത്യയുടെ സംസ്കാരങ്ങളുടെ ഒരുപാട് ഭാഗങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ഥലം വന്ന് കാണാൻ കഴിഞ്ഞതിൻ്റെ അത് അങ്ങേയറ്റം ഒരു സന്തോഷമുണ്ട്. മാത്രമല്ല ഈ മൂന്ന് സ്ഥലങ്ങളും എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നും, പിന്നെ സത്യമായിട്ട് പറയാമല്ലോ, നമ്മൾ വിക്കിപീഡിയ നോക്കിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങോട്ട് പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം കേട്ടും തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. കാര്യം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയോ ഒന്നുമല്ല, നമ്മളിവിടെ ആദ്യമായിട്ട് വരുന്നവരാണ്. അപ്പോൾ എൻ്റെ അറിവിൻ്റെ പരമാവധിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഞാൻ കണ്ട കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചത്. തീർച്ചയായിട്ടും ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇതേവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉത്തരാഖണ്ഡിലെ മറ്റൊരു കിടിലൻ കാഴ്ചയായിട്ട് വരുന്നവരെ തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങാം. ബൈ.